Hi all, welcome to Toes Academy. So നമ്മൾ ഇന്ന് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഏത് അപ്രോച്ചാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എക്സാമിന് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാതെ എക്സാം ഹാളിൽ ചെന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും അതൊരു ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അതുമായിട്ട് ഫെമിലിയറൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ എക്സാം ഹാളിൽ നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പോരാത്തതിന് നമുക്ക് അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല ചോദിക്കുക, പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാണുന്ന അല്ലെങ്കിൽ ഒരു പാറ്റേൺ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യാതെ പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. So, ആദ്യത്തെ question നോക്കുക. Analyze the following statement and choose a correct option. All isotopes of a given element show the same type of chemical behavior. The chemical properties of an atom are controlled by the number of electrons in an atom. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ബി, സി ആൻഡ് ഡി. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 is a correct explanation of A. അപ്പോൾ നമ്മൾ എന്താ ഇതിൽ ചെക്ക് ചെയ്യേണ്ടത്? രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ എന്ന് ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം. കണ്ടോ, എയും ബിയും അല്ലേ. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ബാക്കി രണ്ട് ഓപ്ഷനും ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഓൾ ഐസോടോപ്സ് ഓഫ് എ ഗിവൺ എലമെന്റ് ഷോ ദ സെയിം ടൈപ്പ് ഓഫ് കെമിക്കൽ ബിഹേവിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഐസോടോപ്പുകൾ എന്താണ് എന്നറിയണം. എന്താണ് ഒരു ഐസോടോപ്പ് അല്ലേ? കാർബൺ 612ഉം കാർബൺ 613ഉം ഒരു ഐസോടോപ്പ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അതായത് ദേ ഹാവ് സെയിം ആറ്റോമിക് നമ്പർ അല്ലേ, സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ. ഇങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്ന ഐസോടോപ്പുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് അല്ലേ. ഇനി ഒരു ആറ്റത്തിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓൾ ഐസോടോപ്സ് ഓഫ് എ ഗിവൺ എലമെന്റ് ഷോ സെയിം ടൈപ്പ് ഓഫ് കെമിക്കൽ ബിഹേവിയർ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ കെമിക്കൽ ബിഹേവിയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോണുകളാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം അല്ലേ. ഒരു ഇലക്ട്രോൺ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് എഴുതാൻ അറിയാം അല്ലെ. ഒരു എലമെന്റിന് ആറ്റോമിക് നമ്പർ തന്നെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്, വാലൻസ് ഷെൽ ഇലക്ട്രോൺ ആണ് ഒരു എലമെന്റിന്റെ കെമിക്കൽ ബിഹേവിയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇത്രയും നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കിയേ, ഓൾ ഐസോടോപ്പ് ഓഫ് എൻ എലമെന്റ് ഷോ സെയിം ടൈപ്പ് ഓഫ് കെമിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. കാരണം എന്താണ്? ഐസോടോപ്പുകൾക്കൊക്കെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണിന്റെ നമ്പർ വെച്ചിട്ടാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ വാലൻസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടുന്നതാണ് ഒരു വസ്തുവിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. അടുത്തത് നോക്കുക, സ്റ്റേറ്റ്മെന്റ് 2 നോക്കുക. The chemical properties of an atom are controlled by the number of electrons in an atom. അതും കറക്റ്റ് ആണല്ലോ. കെമിക്കൽ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യുന്ന എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോണുകളാണെന്നുള്ളത് നിങ്ങൾക്ക് സംശയമില്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. ഇനി ഓപ്ഷനിലേക്ക് വരാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ. അപ്പോൾ അത് കറക്റ്റ് ആയി. അപ്പോൾ എയോ ബിയോ ആണ് നിങ്ങളുടെ ആൻസർ അല്ലേ. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ? അതെ അല്ലേ. എന്താണ്? എല്ലാ ഐസോടോപ്പും ഒരേ കെമിക്കൽ ബിഹേവിയർ കാണിക്കുന്നു. അതിന്റെ റീസൺ എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ചെയ്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺ വഴിയാണ്. എല്ലാ ഐസോടോപ്പുകൾക്കും ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ ആയതുകൊണ്ട് അത് സെയിം കെമിക്കൽ ബിഹേവിയർ കാണിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ അറിയേണ്ടത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് explanation of A. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് 1 മാർക്ക് മേടിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A circular coil carrying a current I has radius R, number of turns N. If all the 3
that is current I, radius r, number of turns n are double, magnetic field at the center become. അപ്പോൾ magnetic field at the center of a circular coil എന്ന് പറയുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? എന്താണ്, ഒരു I കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം r ആണ് റേഡിയസ് ഓഫ് ദ കോയിൽ. അപ്പോൾ B എന്ന് പറയുന്നത് എന്താണ്, mu0 Ni/2r അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ കോയിലിന്റെ ഇക്വേഷൻ ആണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, B ഡാഷ് അല്ലെ, അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. n എന്ന് പറയുന്നത് എന്താണ്, 2 times Ni അല്ലെ, I എന്ന് പറയുന്നത് 2 times Ii, r എന്ന് പറയുന്നത് 2 times Ri. അപ്പൊ B ഡാഷ് എന്ത് വരും, mu0 into 2n into 2i/2 into 2r എന്ന് വരും അല്ലെ. അപ്പോൾ ഇതിൽ 2 2 ക്യാൻസൽ ചെയ്ത് 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ബി ഡാഷിന്റെ ആൻസർ എന്ത് വരും, mu0 Ni/r എന്ന് വരും അല്ലെ. നോക്കിയേ, ബി എന്ന് പറയുന്ന mu0 Ni/2r ഉം ബി ഡാഷ് mu0 Ni/r ഉം അല്ലെ. ഒറ്റയടിക്ക് നമുക്ക് തോന്നും എന്താണ്, ഹാഫ് ആണെന്ന് കൊടുക്കാൻ തോന്നും അല്ലെ. പക്ഷെ ശരിക്കും എന്താണ്, ബി ഡാഷ് പുതിയതിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ബി ഡാഷ് എന്ന് പറയുന്നത് ഈ ബീനെ ട്വൈസ് ചെയ്യുമ്പോഴല്ലേ, 2 into mu0 Ni/2r ട്വൈസ് ചെയ്യുമ്പോഴാണ് ഈ ആൻസർ വരുന്നത്. അപ്പൊ ആൻസർ എന്താണ്, ഡബിൾ എന്നതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പൊ 76ാമത്തെ ക്വസ്റ്റ്യൻ, സോറി 76 എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോറി, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ വീഡിയോസിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതേപോലെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നതും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, നിങ്ങൾ എറർ ആക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം മാഗ്നറ്റിക് ഫീൽഡിന് ഇൻസൈഡ് സോളിനോയിഡ് ആണ് mu0 Ni എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഇത് ആ കുട്ടി ചെയ്തപ്പം ഇക്വേഷനിൽ ഒരു ചെറിയ ചേഞ്ച് വന്നുപോയി അല്ലേ, റേഡിയസ് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ B = mu0 Ni എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്, സോളിനോയിഡിന്റെ ഇക്വേഷൻ ആണ്. കറണ്ട് കോയിൽ ക്യാരിയിങ് സർക്കുലർ കോയിൽ ക്യാരിയിങ് എ കറണ്ടിന്റെ ഇക്വേഷൻ അറ്റ് ദ സെന്ററിന്റെ ഇക്വേഷൻ എന്താണ്, mu0 Ni/2r ആണ്. ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ അറിയുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യുകയും 1 മാർക്ക് മേടിക്കുകയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഫോർ കാഥോഡ് റേസ്? Cathode rays consist of negatively charged particle. They are undeflected by electric and magnetic field. Characteristic of cathode rays do not depend upon the material of electrode. Characteristic of cathode rays depend upon the nature of gas present in the cathode ray tube. ഇങ്ങനെയാണ് 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഫോർ കാഥോഡ് റേസ്? അപ്പോൾ നിങ്ങൾക്ക് അറിയാം കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് അല്ലേ. കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റിലാണ് നമ്മൾ ഇലക്ട്രോൺ എന്ന് പറയുന്ന ആറ്റത്തിനെ ഐഡന്റിഫൈ ചെയ്തതും ലേറ്റർ J.J. തോംസൺ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ ആണെന്ന് കൺഫേം ചെയ്തതും അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് കാഥോഡ് റേ ട്യൂബിൽ ഡിസ്കവർ ചെയ്ത് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇലക്ട്രോണിന് എന്താ ചാർജ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതാണ് ചാർജ്, നെഗറ്റീവ് ചാർജ്. അപ്പോൾ കാഥോഡ് റേ കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ആൻസർ ആണ് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാഥോഡ് റേ കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ഇനി പറയട്ടെ, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും അതിൻ്റെതായ റെസ്പോൺസുകൾ കാണിക്കും അല്ലേ. അൺഡിഫ്ലക്റ്റഡ് എന്ന് പറയാൻ പറ്റുമോ, ഇല്ല അല്ലേ. ലൈക്ക് ചാർജസ് അട്രാക്ട്, അൺലൈക്ക് ചാർജസ് റിപ്പൽ എന്ന് നിങ്ങൾക്ക് അറിയാം. ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ എന്താണ്, ദേ ആർ അൺഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ. അപ്പോൾ ആ ഒരു ആൻസർ പോയി. അപ്പോൾ ഇവിടെ നോക്കുക, ആൻസർ 1 എന്തായാലും നിങ്ങളുടെ ആൻസറിൽ വരണം. അപ്പോൾ ഓപ്ഷൻ സിയോ ഡിയോ ആയിരിക്കും ആൻസർ. അപ്പോൾ വേണമെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് നോക്കുക. 2 സ്റ്റേറ്റ്മെന്റ് എറർ ആണ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനി വേറെ ഒന്നും നോക്കണ്ട, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെയാണ് ടൈം സേവ് ചെയ്ത് പെട്ടെന്ന് ആൻസറിലേക്ക് വരുന്നത്. ഇനി 3ാമത്തെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. Characteristics of cathode rays do not depend upon the material of electrode. The characteristics of cathode rays depend upon the nature of gas present in the cathode ray tube. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ കാഥോഡ് റേയിൽ ഇലക്ട്രോണുകളാണ് കണ്ടുപിടിക്കപ്പെട്ടത് അല്ലേ. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ അതിനെല്ലാത്തിനും സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ അത് മെറ്റീരിയലിനെയോ നേച്ചർ ഓഫ് ഗ്യാസിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മെറ്റീരിയൽ എന്ന് പറയുന്ന ആൻസർ റൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 statements are given regarding the image formed by a concave lens. Find the correct statement. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും 4 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് കാണുമ്പോൾ അല്ലേ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രോപ്പർട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം മാറ്റി ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം ഓപ്ഷനിൽ നോക്കിയിട്ട് ഏതാണ് റൈറ്റ് ആൻസർ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെയും ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം അല്ലേ. അപ്പോൾ ഒരു കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, അതേപോലെ ഡിമിനിഷ്ഡ് ആയിരിക്കും അല്ലേ. ഇത് നിങ്ങൾക്ക് അറിയാലോ. ഇറക്റ്റ് ആണ്, വെർച്വൽ ആണ്, ഡിമിനിഷ്ഡ് ആണ് അല്ലേ. അപ്പം കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ഒത്തിരി കേസുകളുണ്ട്, പല രീതിയിലുള്ള ഇമേജ് ഫോർമേഷൻ ഉണ്ട്. കോൺകേവ് ലെൻസ് നമുക്ക് ഇറക്റ്റും വെർച്വലും ഡിമിനിഷ്ഡും ആണ് നമുക്കറിയാം. അതിന് നിങ്ങൾ ഓപ്ഷനിലേക്ക് ചെക്ക് ചെയ്യുക. ഇറക്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അല്ലേ, ഡിമിനിഷ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിമിനിഷ്ഡ് ആണെന്നുള്ളത് 3 എണ്ണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ വെർച്വലിൻ്റെ കൂടെ എപ്പോഴും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ഇത് ഇറക്റ്റ് ആണെങ്കിൽ അത് വെർച്വലും ആയിരിക്കും. അപ്പോൾ ഡിമിനിഷ്ഡും ആണ്, വെർച്വൽ ആണ്. ഈ ഓപ്ഷൻ റൈറ്റ് ആൻസർ ആണ് അല്ലേ. പക്ഷേ ഇവിടെ സെക്കൻഡ് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും വെരിഫൈ ചെയ്യണം. ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ്, ഇതും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ആൻഡ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. മനസ്സിലായോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന്? നമ്മളല്ലാതെ ആദ്യമേ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞ് ഇത്രയും ഓപ്ഷനുകൾ വായിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും. ആ കൺഫ്യൂഷൻ അതിനുശേഷം നമ്മൾ കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ ആലോചിച്ച് നോക്കുമ്പോൾ ഈ കൺഫ്യൂഷനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ നോട്ട് ഡൗൺ ചെയ്തിട്ട് ആ ആൻസർ ഇതിലിവിടെ വരുന്നുണ്ട്, ആ ഓപ്ഷനെ പിക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം ആ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് വലിയ എറർ ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് രക്ഷപ്പെടുത്തിയ ഒരു മാർക്ക് നമുക്ക് രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യം കൺഫ്യൂഷൻ മൂലം നമ്മൾ തെറ്റിക്കുന്നതിന് രീതിയിലേക്ക് പോകും. ഓക്കെ. Which of the following statement is correct regarding semiconductor physics? അപ്പം കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലേ, സിലിക്കൺ, ജെർമേനിയം പോലുള്ള പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഡോപ്പൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നത് അല്ലേ. ഇത് 2 ടൈപ്പ് ഉണ്ട്, പി ടൈപ്പും ഉണ്ട്, എൻ ടൈപ്പും ഉണ്ട് അല്ലേ. പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഇതിനകത്ത് പി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി കാരിയർ ഏതാണെന്ന് അറിയണം. ഏതാണ് മെജോറിറ്റി കാരിയർ? ഹോൾ ആണ്. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? എൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി കാരിയർ ഏതാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ. അപ്പോൾ പി ടൈപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് സിലിക്കണിൻ്റെ കൂടെ ഏത് ഡോപ്പൻറ്റിനെ യൂസ് ചെയ്യുമ്പോഴാണ് പി ടൈപ്പ് കിട്ടുന്നത്? ഗ്രൂപ്പ് 13 എലമെൻറ്റുകളെ ഡോപ്പ് ചെയ്യുമ്പോൾ. എൻ ടൈപ്പ് ആണെങ്കിലോ നമ്മൾ ഏതാണ് ഡോപ്പൻറ്റ് യൂസ് ചെയ്യുന്നത്? ഗ്രൂപ്പ് 15 ആയിട്ടുള്ളതിനെ യൂസ് ചെയ്യുമ്പോൾ അല്ലേ. ഗ്രൂപ്പ് 13 എന്ന് പറയുമ്പോൾ ബോറോൺ തുടങ്ങിയ ആ ഗ്രൂപ്പ് താഴേക്ക് വരും. ഗ്രൂപ്പ് 15 എന്ന് പറയുമ്പോൾ ഫോസ്ഫറസിൻ്റെ ആ ഗ്രൂപ്പ് താഴേക്ക് വരും. ഓക്കെ, ഇത്രയും എലമെൻറ്റുകളാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. നോക്കുക, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഹാസ് എ മെജോറിറ്റി ഓഫ് ഹോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മെജോറിറ്റി ഓഫ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺ ആണ്. ഓപ്ഷൻ എ തെറ്റാണ്. അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഏതാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു കൺവേർട്ട് എ പ്യുവർ സെമി കണ്ടക്ടർ ഇൻ ടു പി ടൈപ്പ് നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? പി ടൈപ്പിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് 13, ബോറോണിന് താഴെയുള്ള എലമെന്റ്. ഫോസ്ഫറസ് ഏതിലാണ് വരിക? ഗ്രൂപ്പ് 15 വരിക. ഓപ്ഷൻ ബി തെറ്റാണ്. അടുത്ത നോക്കുക, ഇൻ ദ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് എ മെറ്റൽ ഫോർബിഡൻ ബാൻഡ് ഈസ് ആബ്സെന്റ് അല്ലേ. നമുക്ക് 3 തരത്തിലുള്ളതിനെ അറിയാം. ഏതൊക്കെയാണ്? ഇൻസുലേറ്റേഴ്സ് അല്ലെ, വാലൻസ് ബാൻഡും ഉണ്ട്, അതേപോലെ കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഇതിനകത്ത് ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ്, ഫോർബിഡൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വെരി ലാർജ് ആയിരിക്കും അല്ലേ. അതേസമയം സെമി കണ്ടക്ടർ ഉണ്ട്, അത്യാവശ്യം വലിയ ഇൻസുലേറ്റേഴ്സിന് അത്രയും ലാർജ് അല്ല. പക്ഷെ നമ്മൾ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇലക്ട്രോൺസിന് വാലൻസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ പോസിബിൾ ആവാം, ചെറിയ കണ്ടക്ഷൻ കാണിക്കും. ഇനി അതേസമയം മെറ്റൽസ് പോലുള്ള കണ്ടക്ടേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ബാൻഡ് ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല അല്ലേ. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ബാൻഡ് ഗ്യാപ്പ് ഇല്ല, അതേപോലെ ബാൻഡുകൾ തമ്മിൽ ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് കണ്ടക്ഷൻ എപ്പോഴും പോസിബിൾ ആണ് അല്ലേ. പിന്നെ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് മെറ്റൽ, ദ ഫോർബിഡൻ ബാൻഡ് ഈസ് ആബ്സെന്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്?
നോക്കുക, റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ ഇൻക്രീസ് വിത്ത് ഇൻക്രീസിങ് ഇൻ ടെമ്പറേച്ചർ. തെറ്റാണ് അല്ലേ? റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ കോവലന്റ് ബോണ്ടുകൾ തമ്മിൽ ബ്രേക്ക് ചെയ്യുകയും ഫ്രീ ഇലക്ട്രോൺസിനെ ജനറേറ്റ് ചെയ്യും. അതുമൂലം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയും ചെയ്യുന്നു? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയുകയും ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ബാക്കി എയും ബിയും ഡിയും അറിഞ്ഞില്ലെങ്കിലും സി എല്ലാവർക്കും അറിയുന്നതാണ്. അത് തന്നെയാണ് റൈറ്റ് ആയിട്ട് വന്നത്. അതുകൊണ്ട് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പം നമുക്ക് 1 മാർക്ക് സുഖമായിട്ട് കിട്ടുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് എ ലൗഡ് സ്പീക്കർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൗഡ് സ്പീക്കർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ അല്ല ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എയും ബിയും തെറ്റാണ്. പിന്നെയുള്ള സിയും ഡിയും എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്. വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാം, ലൗഡ് സ്പീക്കറിൽ എന്തിൻ്റെ കൺവേർഷനാണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ. ഇവിടെ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ സൗണ്ട് എനർജിയാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജിയാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? 85 ക്വസ്റ്റ്യൻ നമ്പർ 85 അല്ല, നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ നമ്പർ 85 ആയിരുന്നു. ഇവിടെ നമ്മൾ വിച്ച് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് വർക്കിംഗ് ഓഫ് എ ലൗഡ് സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ് ഓൺ ദ മോട്ടോർ പ്രിൻസിപ്പിൾ കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി. ഇവിടെ നോക്കിയേ, നമുക്കറിയാം കൺവേർട്ട് സൗണ്ട് ടു ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ ഇത് തെറ്റാണ് അല്ലേ? പിന്നെ ഓപ്ഷൻ സിയും ബിയും ഇതിലേതാണെന്നുള്ളതാണ് കൺഫ്യൂഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ല, നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മോട്ടോർ പ്രിൻസിപ്പിൾ കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ എനർജി ടു ദ സൗണ്ട് എനർജി. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Gravitational force on the lunar surface is approximately 1/6 times that of the Earth. G എന്ന് പറയുന്ന 10 meter per second square. If an object of mass 12 kg in the Earth is taken to the surface of Moon, what will be its weight at the Moon's surface? അല്ലേ? ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, മൂണിൻ്റെ എർത്തിലുള്ള ഗ്രാവിറ്റി ആക്സിലറേഷൻ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 meter per second square, 9.8. അത് റൗണ്ട് ചെയ്തിട്ടാണ് 10 എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 1/6 ആണ് ജിയുടെ വാല്യൂ ഇൻ മൂൺ എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? അത് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ തരാതെ നമ്മളോട് ചോദിക്കും, എർത്തിൽ ഒരു വസ്തുവിൻ്റെ മാസ് 12 kg ആണ്, മൂണിൽ അതിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്താ വെയിറ്റ് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ വെയിറ്റ് ഇസ് ഈക്വൽ ടു mg ആണെന്ന് നിങ്ങൾക്ക് അറിയാം. മാസ് 12, എർത്തിൽ എത്രയാണ് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 ന്യൂട്ടൺ ആയിരിക്കും എർത്തിൽ അല്ലേ? അതേസമയം മൂണിൽ എത്രയായിരിക്കും? മാസ് 12 ആണെങ്കിൽ ജി എന്ന് പറയുന്നത് 10/6 ആയിരിക്കും. അപ്പോൾ 2 ചെയ്യുമ്പോൾ 20 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? 20 ന്യൂട്ടൺ ആണ് ആൻസർ അല്ലേ? ഇത് ജി ഓഫ് വെയിറ്റ് ഇൻ മൂൺ ആണ്. ഇനി ചില സമയം ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ട്വിസ്റ്റ് വരുത്തും. എന്ത് ചെയ്യും? വെയിറ്റ് ഓഫ് ദ മൂണിന് പകരം എർത്തിൽ ഒരു വസ്തുവിൻ്റെ മാസ് 12 kg ആണ്, മൂണിൽ എന്താണ് മാസ് എന്ന് ചോദിക്കും. അപ്പം മാസ് എന്ന് പറയുന്നത് മാറ്റമില്ല അല്ലേ? മാസ് പിണ്ഡം എന്ന് പറയുന്നതാണ്. അതൊരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടിയാണ് ഒരു വസ്തുവിൻ്റെ. അത് എർത്തിലാണേലും മൂണിലാണേലും മറ്റേത് പ്ലാനറ്റിലാണ് എവിടെയാണെങ്കിലും അത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം 12 kg ആണ് എർത്തിലും മൂണിലും ഒരേപോലെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following are exothermic reaction? 1, 2, 3, 4 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ആൽക്കലി, ഫോർമേഷൻ ഓഫ് മീത്തേൻ ഫ്രം നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ 500 degree Celsius, ഡിസൊല്യൂഷൻ ഓഫ് NH4Cl in water, ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈറ്റ്. അപ്പോൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് അറിയാം വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലേ? ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ ആസിഡും ആൽക്കലിയും റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടുന്നു? സോൾട്ട് പ്ലസ് വാട്ടർ പ്ലസ് ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഓപ്ഷൻ 1 വരുന്ന 2 ഓപ്ഷനാണുള്ളത്, സിയും ഡിയും അല്ലേ? അപ്പോൾ ഇത് രണ്ടിലും ഏതോ ഒന്നാണ് ആൻസർ. അപ്പോൾ 3ഉം 3ഉം 2ഉം ചെക്ക് ചെയ്യുക. 3ഉം 2ഉം നിങ്ങൾക്ക് അറിയാം, ഏതെങ്കിലും ഒന്നെങ്കിലും അറിയണം ഇതിനകത്ത്. 3ഉം 2ഉം അറിയണം അല്ലേ? ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈറ്റ് എന്ന് പറയുന്ന ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഡിസൊല്യൂഷൻ ഓഫ് NH4Cl in water എന്ന് പറയുന്ന ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അമോണിയം ക്ലോറൈഡിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ 2 ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ എന്താണ്? 1 and 2 റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആണല്ലോ?
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ സെഷനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോവുകയാണെങ്കിൽ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മാനേജ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിലാണ് നിങ്ങൾ എക്സാം കഴിഞ്ഞ് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക, വർക്കൗട്ട് ചെയ്യുക. കോൺസ്റ്റൻ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെ വർക്കൗട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആ ഒരു പ്രാക്ടീസ് നേടിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. ഈ സമയങ്ങളിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.